രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയം ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 72ാമത്തെ എപ്പിസോഡാണ്, 7ാമത്തെ ദശകമാണ്, 8ാമത്തെ ശ്ലോകമാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണന്റെ കാമുകിയും ഖ്ലാദിനി ശക്തിയുമായ രാധാറാണിയുടെ ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി ജനനം മുതൽ മരണം വരെ അവതരിപ്പിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. അവർക്ക് ഞാൻ കൊല്ലത്താണ്, കൊല്ലത്ത് വന്നാൽ മതി. എന്നെ സംബന്ധിച്ചിടത്തോളം 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് ആണെന്നുള്ളതാണ്. നിങ്ങൾ ആൺകുട്ടിക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം താമസ സൗകര്യം എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർ വരിക. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ ജ്യോതിഷ ക്ലാസ്സുകൾ ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലമുണ്ട്, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലമുണ്ട്. ജ്യോതിഷപരമായ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. ആ നമ്പറിലേക്ക് എനിക്ക് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അഷ്ടാവക്ര ഗീതയുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ളതുണ്ട്, കൃഷ്ണന്റെ പുനരവതാരമായ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ അത് വീഡിയോ ആക്കി ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കിട്ടും. അതുകൂടാതെ രാധികാ കവചൻ 2 ഉണ്ട്, അത് 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേൾക്കുക. രാധികാ കവചം കേട്ടതിന് ശേഷം വേണം, ചൊല്ലിയതിന് ശേഷം വേണം രാധാ സഹസ്രനാമം നിങ്ങൾ ചൊല്ലേണ്ടത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. बरसाने वाली राधा रानी की जय.
എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ രക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ നാരായണീയം പാടിത്തരുന്നത് പതിവ് പോലെ നിങ്ങൾക്കൊക്കെ പ്രിയങ്കരിയും നിങ്ങൾക്കൊക്കെ സുപരിചിതയുമായി കഴിഞ്ഞ കൃഷ്ണശ്രീയാണ്. ഇന്ന് രാധേ രാധേ ഗ്രൂപ്പിലെ മിക്ക അംഗങ്ങളുടെയും നമ്മുടെ രാധമായ ഗ്രൂപ്പുണ്ടല്ലോ, ആ ഗ്രൂപ്പിനകത്തെ മിക്ക അംഗങ്ങളുടെയും ഗുരുവായി മാറിയിരിക്കുകയാണ് ഇപ്പൊ കൃഷ്ണശ്രീ. കാരണം ഒരുപാട് പേര് ഇപ്പൊ കൃഷ്ണശ്രീയുടെ അടുത്ത് ചേർന്ന് കഴിഞ്ഞു. പക്ഷേ കൃഷ്ണശ്രീയുടെ കയ്യിൽ ചില പൊടിക്കൈകളൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. അത് ഞാൻ അമ്പരന്ന് പോയി. അതായത് വടകരയിൽ നിന്ന് എന്നെ ഒരു പ്രമീള വിളിച്ചിരുന്നു. ഇപ്പൊ കേൾക്കുമ്പോഴേ കൃഷ്ണശ്രീക്ക് കാര്യം പിടികിട്ടി കാണും. വടകരയിൽ നിന്ന് എന്നെ ഒരു പ്രമീള വിളിച്ചിരുന്നു. പ്രമീള എന്ന് ഞാൻ പറയുന്നെങ്കിലും പ്രമീളയ്ക്ക് അല്പം പ്രായമുള്ളതാണ്. അപ്പോൾ പ്രമീളയ്ക്ക് കുറച്ച് അസുഖങ്ങളുണ്ടായിരുന്നു. അസുഖങ്ങളും ഒക്കെ കൊണ്ട് മാനസികമായി നല്ല ബുദ്ധിമുട്ടിയതാണ്. അപ്പോൾ പാട്ട് പഠിക്കാനായിട്ട് കൃഷ്ണശ്രീയുടെ അടുത്ത് ചേർന്നതാണ്. അപ്പോൾ കൃഷ്ണശ്രീ പറഞ്ഞു എന്ന് മനസ്സിരുത്തി ഗുരുവായൂരപ്പനെ ധ്യാനിച്ചുകൊണ്ട് ഈ കീർത്തനം ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞൊരു കീർത്തനം പഠിപ്പിച്ചു കൊടുത്തുവെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞത്, സാറേ ഗുരുവായൂരപ്പനെ ധ്യാനിച്ചുകൊണ്ട് ആ കീർത്തനം ടീച്ചർ നല്ല ഭംഗിയായി പഠിപ്പിച്ചു. അത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ മാറ്റമാണ് ഉണ്ടായതെന്നാണ് പറഞ്ഞത്. എൻ്റെ കൃഷ്ണശ്രീ, എന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഞാനൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയേണ്ടത്, ഏത് സിനിമയാണോ എന്തോ ഞാനിങ്ങനെ കണ്ടിട്ടുള്ള എല്ലാം കേട്ടിട്ടുണ്ട്. ഒരു സിനിമയിൽ ഏതോ ഒരു സിനിമയിൽ ഇത് കണക്ക് കൃഷ്ണന്റെ കീർത്തനം പാടുമ്പോൾ ഇങ്ങനെ അസുഖം മാറുന്ന കണക്കൊക്കെ. എന്തായാലും പ്രമീളയ്ക്ക് ഭയങ്കര സന്തോഷം. പ്രമീള പറഞ്ഞു, കൃഷ്ണശ്രീ ടീച്ചർ എനിക്ക് കീർത്തനം പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കീർത്തനം നന്നായിട്ട് ഗുരുവായൂരപ്പനെ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലൂ, നിശ്ചയമായിട്ടും മാറിക്കിട്ടുമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഉറപ്പിന് പറഞ്ഞാൽ പിന്നെ എന്താ സാറേ, ഞാൻ നല്ല ചൊല്ലി. എനിക്ക് മരുന്ന് കഴിക്കുന്നുണ്ട് അതുണ്ട്, അതുകൊണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മരുന്ന് കഴിച്ചാലും മുമ്പ് ഒരുപാട് അസ്വസ്ഥത ഉണ്ടായിരുന്നു. എനിക്കത് ഭംഗിയായിട്ട് മാറിക്കിട്ടിയെന്ന് പറഞ്ഞു. എൻ്റെ കൃഷ്ണശ്രീ, എനിക്കറിയാം കൃഷ്ണശ്രീ കൊടുക്കുന്ന കീർത്തനം ഫലിക്കും. കാരണം കൃഷ്ണശ്രീ അത്രയ്ക്ക് വലിയ ഗുരുവായൂരപ്പ ഭക്തയല്ലേ എന്ന് മാത്രമാണോ ഈ നാരായണീയം എത്ര തിരക്കിനിടയിലും രാധേ രാധേ ചാനലിനു വേണ്ടി ആത്മാർത്ഥമായി പാടിയിടുകയല്ലേ. ഞാൻ പാടാം സാറേ എന്ന് ഇത്രയും തിരക്കുള്ള കൃഷ്ണശ്രീ പറയുന്നതല്ലേ. അപ്പൊ കൃഷ്ണശ്രീ ഒരെണ്ണം കൊടുത്തിട്ട്, ഇത് ഗുരുവായൂരപ്പന്റെ കീർത്തനം, ഇത് പാടിയാൽ രോഗം മാറുമെന്ന് പറഞ്ഞാൽ പിന്നെ ഗുരുവായൂരപ്പന് മാറ്റാതിരിക്കാൻ പറ്റുമോ? എന്തായാലും പ്രമീള വളരെ സന്തോഷത്തിലാണ്, ഞാനും വളരെ സന്തോഷവാനാണ്. കാരണം എന്തായാലും ഞാൻ പറയണ എൻ്റെ വാക്ക് കേട്ട് കൃഷ്ണശ്രീയുടെ അടുത്ത് ചേർന്ന എല്ലാവർക്കും നല്ല അഭിപ്രായം. ഇപ്പൊ ആദ്യമായിട്ടാണ് ഒരാൾ രോഗം മാറ്റിയ കാര്യം പറഞ്ഞത്. അപ്പൊ നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണശ്രീ, കാരണം കൃഷ്ണശ്രീക്ക് എന്തൊരു തിരക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓൾ ഇന്ത്യ റേഡിയോ ആർട്ടിസ്റ്റാണ്. അപ്പൊ അതിൻ്റെ കാര്യങ്ങളുണ്ട്. പിന്നെ ജനം TV പാടൂ നീടൂ വിന്നറാണ്. ഏഷ്യാനെറ്റ് സൂപ്പർ വോയിസ് സെമി ഫൈനലിസ്റ്റ് ആണ്. ഫ്ലവർ TV മ്യൂസിക്കൽ വൈഫ് റണ്ണറപ്പറാണ്. പ്ലേ ബാക്ക് സിംഗർ ആണ്. അതാലോചിക്കണം, പ്ലേ ബാക്ക് സിംഗർ ആണ്. റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് ആണ്. സ്റ്റേജ് പെർഫോമർ ആണ്. ടീച്ചർ ആൻഡ് വോക്കൽ ട്രെയിനർ ആണ്. ഇത്രയും കഴിവുകൾ. പിന്നെ ഇപ്പം മ്യൂസിക്കൽ റിസർച്ച്. എന്നിട്ടും രാധേ രാധേ ചാനലിന് വേണ്ടി നാരായണീയം പാടാൻ സമയം കണ്ടെത്തുന്നു. അത് ഞങ്ങൾ രാധേ രാധേ ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയും ഞാൻ കൃഷ്ണശ്രീക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്രയും തിരക്കുണ്ടായിട്ട് ഞങ്ങൾക്ക് പാടിത്തരുന്നതിന് കാരണം നാരായണീയത്തിൻ്റെ കുറേ അധ്യായങ്ങൾ ഇപ്പോൾ നമ്മുടെ കൃഷ്ണശ്രീയാണ് പാടിയത്.
അതോടൊപ്പം തന്നെ സാക്ഷാൽ കീർത്തനം പാടി പ്രമീളയ്ക്ക് ഗുരുവായൂരപ്പൻ്റെ കീർത്തനം പാടി അസുഖം മാറിയെന്നറിഞ്ഞതിലും എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും മറ്റുള്ളവർക്കും ഇതുപോലെയൊക്കെയുള്ള രോഗങ്ങൾ മാറാനുള്ള കീർത്തനമൊക്കെ കൃഷ്ണശ്രീ പറഞ്ഞു കൊടുക്ക്. കാരണം എല്ലാവരും രോഗങ്ങൾ കൊണ്ടൊക്കെ വലയുന്നവരല്ലേ. അപ്പോൾ അവരുടെ അസുഖമൊക്കെ മാറട്ടെ. കൃഷ്ണശ്രീ എന്താ പറയേണ്ടത്? നമ്മൾ ചില ഡോക്ടർമാരെ കുറിച്ച് പറയത്തില്ലേ, കൈപുണ്യമുള്ള ഡോക്ടറാണ്. എല്ലാവരും ഡോക്ടറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർ കൈപുണ്യമുള്ളവരാണ്. അവരെന്ത് തന്നാലും നമ്മുടെ അസുഖം മാറും. അതുപോലെ കൃഷ്ണശ്രീ രോഗത്തിന് ഒരു കീർത്തനം കൊടുത്തു. ഇത് ഗുരുവായൂരപ്പൻ്റെ കീർത്തനം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. ചൊല്ലി എന്തായാലും അസുഖവും മാറി. പ്രമീളയ്ക്ക് സന്തോഷം, എനിക്കും സന്തോഷം. കൃഷ്ണശ്രീക്ക് നല്ലത് വരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണശ്രീ അതിമനോഹരമായി പാടാൻ പോകുന്നു. കേട്ടുകൊള്ളൂ. लाम्भोदकलाय कोमलरुचि चक्रेण चक्रं दिशा मावृण्वानमुदार मन्दहसित स्यन्दप्रसन्नाननम् राजत्कम्बुगदारि पङ्कजधर श्रीमद्भुजामण्डलं स्रष्टुस्तुष्टिकरं वपुस्तव विभो मद्रोगमुद्वासयेत्. അപ്പോൾ നമ്മുടെ കൃഷ്ണശ്രീ അത് മനോഹരമായി പാടി തന്നത് കേട്ടല്ലോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ശ്ലോകത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ശ്ലോകം നിങ്ങൾ മനസ്സിരുത്തിയിട്ട് ഭട്ടതിരിപ്പാട് ഇതിൽ പറയുന്നത് പോലെ സങ്കല്പിച്ചു കൊണ്ടിട്ട്, അതെന്താണെന്നുള്ളത് കേൾക്കുമ്പോൾ മനസ്സിലാകും. ഭട്ടതിരിപ്പാട് ഇതിൽ പറയുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനോട് എൻ്റെ രോഗം മാറ്റിത്തരണമേ എന്ന് പറഞ്ഞാൽ നിശ്ചയമായും മാറ്റിത്തരും. രോഗമുക്തിക്ക് നാരായണീയത്തിൽ ഉത്തമമായി പല ശ്ലോകങ്ങളുണ്ട്. അതിൽ ഒന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ശ്ലോകം. അപ്പോൾ നമ്മുടെ കൃഷ്ണശ്രീ അത് അതിമനോഹരമായി പാടി തന്നത് കേട്ടല്ലോ. ഇനി ഞാൻ പഠിപ്പിച്ചു തരാം. കാളാംഭോദകളായ കോമള രുചിചക്രേണ ചക്രം ദിശാം ആവൃണ്വാന മുദാര മന്ദഹസിതസ്യന്ത പ്രസന്നാനനം രാജത് കംഭുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സൃഷ്ടിസ്തൃഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. അർത്ഥം എഴുതിക്കൊള്ളൂ. കാളാംബോധം, അർത്ഥം കാർമേഘം, കാർമേഘം. കളായം, അർത്ഥം കായാമ്പു. കളായം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? കായാമ്പു. കോമളം, കോമളം എന്ന് പറഞ്ഞ മനോഹരം, മനോഹരം. രുചി ചക്രേണ, അർത്ഥം പ്രഭാവലയത്താൽ. രുചി ചക്രേണ, അർത്ഥം പ്രഭാവലയത്താൽ. ദിശ, ദിശ എന്ന് പറഞ്ഞാൽ ദിക്കുകളെ. ആവൃണ്വാനം, അർത്ഥം മൂടുക, ആവൃണ്വാനം മൂടുക. ഉദാര മന്ദഹസിതം, അർത്ഥം സുന്ദരമായ മന്ദഹാസം, സുന്ദരമായ മന്ദഹാസം. സെന്തം, ഒഴുക്ക്, ഒഴുക്ക്. ആനനം, അർത്ഥം മുഖം. പ്രസന്നാനനം, സന്തോഷം നിറഞ്ഞ മുഖം, സന്തോഷം നിറഞ്ഞ മുഖം. രാജത്, പ്രകാശിക്കുന്ന. കംഭു, അർത്ഥം ശംഖ്. അരി, അർത്ഥം ചക്രം. പങ്കജധര, താമര ധരിച്ചിട്ടുള്ള. ശ്രീമത്, ഐശ്വര്യമുള്ള. ശ്രീ ലക്ഷ്മീദേവി, ശ്രീമത് ഐശ്വര്യമുള്ള. ഭുജാമണ്ഡലം, 4 തൃക്കൈകളോടും, 4 തൃക്കൈകളോടും. സൃഷ്ടു, സൃഷ്ടാവിന്, അതായത് ബ്രഹ്മാവിന്. തുഷ്ടികരം, സന്തോഷമുണ്ടാക്കുന്ന. വപുസ്തവ, അങ്ങയുടെ ശരീരം. മദ്രോഗം, എൻ്റെ രോഗത്തെ. ഉദ്വാസ, ഏത് നശിപ്പിക്കട്ടെ.
അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? പറഞ്ഞിരിക്കുന്നത് സർവശക്തനായ ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പനെ വിളിക്കുകയാണ്. സർവശക്തനായ ഗുരുവായൂരപ്പ കാർമേഘം പോലെയും കായാമ്പൂ പോലെയും മനോഹരമായ പ്രഭാവലയത്താൽ ദിക്കുകളെ മൂടുന്നതും സുന്ദരമായ പുഞ്ചിരിയുടെ ഒഴുക്കിനാൽ പ്രസന്നമായ മുഖത്തോടു കൂടിയതും പ്രകാശം ചൊരിയുന്ന ശംഖം, ചക്രം, ഗദ, താമര എന്നിവ ധരിച്ചിട്ടുള്ള 4 തൃക്കൈകളോട് കൂടിയതും ബ്രഹ്മാവിന് സന്തോഷം നൽകുന്നതുമായ അല്ലെങ്കിൽ നൽകിയതുമായ ഭഗവാന്റെ ശരീരം എൻ്റെ രോഗത്തെ ഇല്ലാതാക്കട്ടെ. ഓർമ്മിക്കുക, രോഗമുക്തിക്ക് പറ്റിയ ഒരു ശ്ലോകമാണിതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കഠിനമായ രോഗങ്ങൾ കൊണ്ട് വലയുന്നവർ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഈ രൂപത്തിൽ ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ഗുരുവായൂരപ്പൻ നിങ്ങളുടെ രോഗത്തിന് മാറ്റം ഉണ്ടാക്കി തരും, യാതൊരു സംശയവും വേണ്ട. ഭട്ടതിരിപ്പാട് എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മാവ് കണ്ട വിഷ്ണു, മഹാവിഷ്ണുവിൻ്റെ രൂപം, ആ രൂപത്തെയാണ് ഇവിടെ ഭട്ടതിരിപ്പാട് വർണ്ണിച്ചിരിക്കുന്നത്, സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ രൂപം. അപ്പോൾ പറയുകയാണ് എന്തൊക്കെയാണ് ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ച രൂപം എന്ന് പറയുന്നത്. കാർമേഘം പോലെയും കായാമ്പൂ പോലെയും മനോഹരമായ പ്രഭാവലയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ ഭഗവാന്റെ ശിരസിരിക്കുന്നതിൻ്റെ 4 ദിക്കുകളിലും ഒരു വലിയ പ്രഭാവലയമുണ്ട്. ആ പ്രഭ കാർമേഘം പോലെ ശോഭിക്കുന്നു, കായാമ്പൂ പോലെ ശോഭിക്കുന്നു, അതിമനോഹരമായ പുഞ്ചിരി, അങ്ങനെ സന്തോഷം നിറഞ്ഞ മുഖം, പ്രകാശം ചൊരിയുന്ന ശംഖ്, ചക്രം, ഗദ, താമര, ഇതൊക്കെ 4 തൃക്കൈകളിൽ അങ്ങനെ ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ ശരീരം എൻ്റെ രോഗത്തെ ഇല്ലാതാക്കണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. നമുക്കും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് 1ാമത്തെ വരിയിലേക്ക് കടക്കാം. എന്താണ് 1ാമത്തെ വരി? കാളാംഭോത കളായ കോമള രുചി ചക്രേണ ചക്രം ദിശ. കാളാംഭോതൻ കാർമേഘം, കളായം എന്ന് പറഞ്ഞാൽ കായാമ്പൂ, കോമളം എന്ന് പറഞ്ഞാൽ മനോഹരം, രുചി ചക്രേണ എന്ന് പറഞ്ഞാൽ ഒരു പ്രഭാവലയം, അതിൽ ദിശാം, ദിശാം എന്ന് പറഞ്ഞാൽ ദിക്കുകളെ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ബ്രഹ്മാവിന് ഭഗവാൻ ദർശനം കൊടുക്കുകയാണ്. ആ കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവിന് ഭഗവാൻ ദർശനം കൊടുക്കുന്നു. അപ്പൊ ഭഗവാന്റെ രൂപം ആര് കാണുന്നു? ബ്രഹ്മാവ് കാണുന്നു. ആ രൂപ വർണ്ണനയുടെ തുടർച്ചയാണ് ഈ ശ്ലോകം. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ബ്രഹ്മാവ് ഭഗവാന്റെ രൂപം കാണുകയാണ്. ആ ബ്രഹ്മാവ് കാണുന്നതോടൊപ്പം ഭഗവാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്താൽ ഇവിടെ ഇരുന്ന്, നമ്മുടെ ഭൂമിയിലിരുന്ന് ഭട്ടതിരിപ്പാടും ബ്രഹ്മാവ് കണ്ട അതേ രീതിയിൽ ഭഗവാൻ ഗുരുവായൂരപ്പന്റെ രൂപം കാണുകയാണ്. അപ്പൊ ബ്രഹ്മാവും ഭട്ടതിരിപ്പാടും ആദ്യം കണ്ടതൊരു ഭയങ്കര തേജസ്സാണ്, ഒരു ഭയങ്കര തേജസ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു രത്നസിംഹാസനം, അതിൻ്റെ ഉജ്ജ്വലമായ പ്രഭ, പിന്നെ കോടി സൂര്യന്മാരുടെ തിളക്കമുള്ള കിരീടവും കൈവളയും ഒക്കെ അണിഞ്ഞ് ഉള്ള ആഭരണങ്ങളുടെ തിളക്കം, പിന്നെ കൗസ്തുഭ രക്തത്തിൻ്റെ ചുവന്ന പ്രകാശം, പിന്നെ ശ്രീവത്സം എന്ന് പറഞ്ഞ മറുക്. ഇതാണ്, അങ്ങനെ മറുകിലങ്ങനെ ശോഭിക്കുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത്. അപ്പോൾ ബ്രഹ്മാവ് ആദ്യം കണ്ടതൊരു തേജസ്, പിന്നെ ബ്രഹ്മാവ് കണ്ടത് രത്നസിംഹാസനത്തിൻ്റെ ഉജ്ജ്വല പ്രഭ, പിന്നെ കോടി സൂര്യന്മാരുടെ പ്രഭയുള്ള കിരീടവും കൈവളയും, അങ്ങനെ ആഭരണങ്ങളും, പിന്നെ കാണുന്നത് കൗസ്തുഭ രത്നമാണ്, പിന്നെ ശ്രീവത്സം എന്ന് പറഞ്ഞ മറുക് കാണുന്നു. തുടർന്ന് ആ ബ്രഹ്മാവും ഭട്ടതിരിപ്പാടും ഭഗവാന്റെ രൂപം ക്രമേണ വ്യക്തമായി കാണാൻ തുടങ്ങുന്നു. അങ്ങനെ വ്യക്തത വന്നു തുടങ്ങിയപ്പോൾ ഭട്ടതിരിപ്പാടും ബ്രഹ്മാവും കണ്ടത് എന്താണെന്നറിയാമോ?
കാർമേഘം പോലെയും കായാമ്പൂ പോലെയും നീല നിറമുള്ള ഒരു പുരുഷ രൂപം അതാണ് കണ്ടത്. പതുക്കെ ഭഗവാന്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ തെളിഞ്ഞിട്ടില്ല, പ്രകാശങ്ങളാണ് കാണുന്നത്. ഈ ശ്ലോകത്തിൽ കുറച്ചും കൂടെ വ്യക്തമാവുകയാണ്. അപ്പൊ ബ്രഹ്മാവ് കണ്ട അതേ രൂപം ഭട്ടതിരിപ്പാടും കാണുക. എന്താ കാണുന്നതെന്ന് പറയുന്നത്, ആ കാർമേഘം പോലെ കായാമ്പൂ പോലെ നല്ല നീല നിറമുള്ള പുരുഷ രൂപം. ആ നീല നിറം 4 ദിക്കുകളെയും ഇങ്ങനെ വ്യാപിച്ചു. അപ്പൊ 4 ദിക്കുകളും നീല നിറത്തിന്റെ പ്രഭാവലയത്തിൽ അങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. അപ്പൊ ഭഗവാൻ നീല, ഭഗവാന്റെ ദേഹത്തിന്റെ നീല നിറം 4 ദിക്കുകളിലും വ്യാപിച്ച് 4 ദിക്കുകളും നീല നിറമായി മാറി. ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് കിടക്കാം. ആ വൃണ്വാന മുദാര മന്ദഹസിത സ്യന്ത പ്രസന്നാനനം. ആവൃണ്ണാന എന്ന് പറഞ്ഞാൽ എന്താണ്? മൂടുക, അല്ലേ? അത് മൊത്തം മൂടുക. ഉദാര മന്ദഹാസം, അതിമനോഹരമായ പുഞ്ചിരി. സ്യന്ത ഒഴുകുകയാണ് അങ്ങനെ. പ്രസന്ന സന്തോഷമായ ആനനം മുഖം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്രഹ്മാവും ഭട്ടതിരിപ്പാടും കാണുകയാണ് ആ കായാമ്പൂ നിറമുള്ള കാർമേഘത്തിൻ്റെ നിറമുള്ള പുരുഷ രൂപം. ആ പുരുഷ രൂപത്തിൻ്റെ പ്രഭ 4 വശത്തും ഇങ്ങനെ വ്യാപിക്കുകയാണ്. അങ്ങനെ വ്യാപിച്ചു നിൽക്കുന്ന ആ ഭഗവാന്റെ മുഖത്തെക്കുറിച്ചാണ് കവി പറയുന്നത്. ഭട്ടതിരിപ്പാട് പറയുകയാണ്, ബ്രഹ്മാവ് കണ്ട ആ കാഴ്ച അത് ഞാനും കണ്ടു. എന്തൊരു മന്ദഹാസമാണത്, എന്തൊരു മന്ദഹാസമാണത്! ആരെയും മയക്കുന്ന മന്ദഹാസം. എപ്പോഴും നല്ല പ്രസന്നമാണ് ഭഗവാന്റെ മുഖം. ഭഗവാന്റെ കള്ളച്ചിരി വളരെ പ്രസിദ്ധമല്ലേ? അത് ഗോപികമാരോടും ഒരു കള്ളച്ചിരി, സാക്ഷാൽ രാധാറാണിയുടെ അടുത്തും ഒരു കള്ളച്ചിരി. എന്തിനു പറയുന്നു? ശിശുപാലനെയും മറ്റ് അസുരന്മാരെ വധിക്കുമ്പോൾ പോലും ആ കള്ളപ്പുഞ്ചിരി ചുണ്ടിൻ്റെ കോണിലുണ്ട്. അതിന് ശേഷം ഏറ്റവും പ്രധാനം, ഗാന്ധാരി നീയും നിന്റെ കുലവും 12 കഴിഞ്ഞ് മുടിഞ്ഞു പോകട്ടെ എന്ന് ശപിച്ചപ്പോഴും ആ കള്ളപ്പുഞ്ചിരിയുണ്ട്. അതാണ് ശ്രീകൃഷ്ണൻ, അതാണ് ശ്രീകൃഷ്ണൻ, അതാണ് ശ്രീകൃഷ്ണൻ. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് നോക്കാം. രാജകമ്പു ഗധാരി പങ്കജധര ശ്രീമദ് ഭുജാമണ്ഡലം. രാജത് പ്രകാശിക്കുന്ന കമ്പു, ശംഖ്, അരി, ചക്രം, പങ്കജധര താമര ധരിച്ചിട്ടുള്ള ശ്രീമത്. ശ്രീമത് എന്ന് പറയുമ്പോൾ അവിടെ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ ഇരിപ്പടം, ഐശ്വര്യം. ഭുജമണ്ഡലം, 4 തൃക്കൈകളോടും. അപ്പോൾ പിന്നെ എന്താണ് കണ്ടിരിക്കുന്നത്? പിന്നെ കണ്ടിരിക്കുന്നത്, അപ്പൊ നമ്മൾ കണ്ടു, ആദ്യം കണ്ടത് നീല പുരുഷരൂപം, നീല നിറത്തിലുള്ള പുരുഷരൂപം. പിന്നെ കണ്ടത് കള്ളച്ചിരിയുള്ള മുഖം. അത് കഴിഞ്ഞങ്ങോട്ട് നോക്കിയപ്പോൾ കാണാം 4 തൃക്കരങ്ങൾ, 4 കൈകളുമായിട്ട് ഭഗവാൻ അങ്ങനെ വിലസുകയാണ്. അതിൻ്റെ ശോഭ ആ കൈകളിൽ എന്താ ഉള്ളത്? 1 കോടി സൂര്യന്മാര് ഒന്നിച്ചുയർത്തി ഉദിച്ചുയർന്നാലുള്ള ഒരു പ്രകാശം. ആ പ്രകാശമുള്ള ശംഖം, ഗദ, മഹാസുദർശന ചക്രം, താമര, ഇതൊക്കെ ആയിട്ട് ശത്രുക്കൾക്ക് പേടി സ്വപ്നവും, നല്ല മനുഷ്യർക്കാകട്ടെ അവരുടെ ഏറ്റവും വലിയ ആശ്രയവുമായി വിളങ്ങുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പനെ ആര് കാണുകയാണ്? ബ്രഹ്മാവ് കാണുകയാണ്. ബ്രഹ്മാവ് കണ്ട ഗുരുവായൂരപ്പനെ ആര് കാണുന്നു? ഭട്ടതിരിപ്പാടും കാണുന്നു. ഇനി നമുക്ക് 4ാമത്തെ വരിയിലേക്ക് കിടക്കാം. എന്താണ്? സൃഷ്ടിസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്യസ ഉദ്വാസ ഏത്. സൃഷ്ടു അർത്ഥം സൃഷ്ടാവിന്, ബ്രഹ്മാവിന്. തുഷ്ടികരം ഭയങ്കര സന്തോഷകരമുണ്ടാക്കുന്ന,
വപുസ്തവ അങ്ങയുടെ ശരീരം, വപുസ് ശരീരം, തവ അങ്ങയുടെ, മദ്രോഗം എൻ്റെ രോഗത്തെ, ഉദ്വാസയേത് നശിപ്പിക്കട്ടെ. അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം കണ്ടതോടെ ആദ്യം കാർമേഘത്തിൻ്റെ നിറവും കായാമ്പൂവിൻ്റെ നിറവുമുള്ള നീലപുരുഷന്റെ രൂപമാണ് തെളിഞ്ഞു വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്താണ്, മന്ദഹാസം ഇങ്ങനെ ഓടിക്കളിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖങ്ങൾ വരുന്നു. അങ്ങനെ ഭഗവാന്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞ് കണ്ടതോടെ ബ്രഹ്മാവിൻ്റെ എല്ലാ സംശയങ്ങളും നീങ്ങിക്കിട്ടി. എന്താ സംശയം? അത് മുൻ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാവിൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഈ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കും, പ്രപഞ്ചത്തിൻ്റെ ആകൃതി എന്ത്, അതറിയാൻ വേണ്ടി ദീർഘകാലം തപസ് ചെയ്തപ്പോഴാണ് ബ്രഹ്മാവ് ഭഗവാന്റെ ഈ രൂപങ്ങൾ കണ്ടത്. അപ്പൊ ഭഗവാന്റെ രൂപം കണ്ടതോടുകൂടി ബ്രഹ്മാവിന് തനിക്ക് സൃഷ്ടിക്കേണ്ട പ്രപഞ്ചത്തിന്റെ രൂപം വളരെ വ്യക്തമായിട്ട് മനസ്സിൽ തെളിഞ്ഞു. കാരണം സർവജ്ഞാനിയല്ലേ ഭഗവാൻ. ആ ഭഗവാൻ മനസ്സിൽ വിളങ്ങിയാൽ പിന്നെ എന്ത് സംശയമാണുള്ളത്? അതോടെ ബ്രഹ്മാവ് അങ്ങ് സന്തുഷ്ടനായി തീർന്നു. കാരണം തനിക്ക് ഭഗവാനെയും കണ്ടു, സൃഷ്ടി നടത്തേണ്ട പ്രപഞ്ചത്തിൻ്റെ രൂപവും കിട്ടി. അങ്ങനെ ദീർഘകാലം താൻ ചെയ്ത തപസ്സിന് ഫലമുണ്ടായിരിക്കുന്നു. അതോർത്തപ്പോഴാണ് ബ്രഹ്മാവിന് എന്ത് ചെയ്തത്? സന്തോഷം തോന്നിയത്. അപ്പോൾ എന്നിട്ട് ഇവിടെ ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മുടെ ഭട്ടതിരിപ്പാട് മറ്റൊരഭ്യർത്ഥന ഭഗവാന്റെ മുന്നിൽ വയ്ക്കുന്നു. ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഭഗവാനെ, ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത രൂപം അങ്ങ് കരുണ തോന്നി എനിക്കും കാണിച്ചു തന്നു. ഭഗവാനെ, എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത രൂപം എനിക്കും കാണിച്ചു തന്ന അങ്ങ് എൻ്റെ രോഗം മാറ്റിത്തരേണമേ. കാരണം വാതരോഗം ശമിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഭട്ടതിരിപ്പാട് ഇത് എഴുതിയത്. പക്ഷേ ആള് ഭട്ടതിരിപ്പാടാണ്. ഇതിന് രണ്ടർത്ഥങ്ങളുണ്ടെന്നറിയുക. ഒന്നാമത്തത്, ഭഗവാനെ ശ്രീകൃഷ്ണ, ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത രൂപം അങ്ങ് എനിക്കും കാണിച്ചു തന്നല്ലോ പൊന്നു തമ്പുരാനെ. അതുകൊണ്ട് എനിക്ക് ഒരപേക്ഷയേ ഉള്ളൂ ഭഗവാനെ, എൻ്റെ വാതരോഗം മാറ്റിത്തരേണമേ. ഇനി ഇവിടെ രോഗത്തിന് മറ്റൊരർത്ഥമുണ്ട്. ആ അർത്ഥം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ് നമ്മുടെ. അതായത് ഭഗവാന്റെ മഹത്വം എന്തെന്നറിയാതെ ലൗകിക ബന്ധങ്ങളിൽ മുഴുകി ധനം, പ്രശസ്തി, മനസ്സിലായില്ലേ, അങ്ങനെയൊക്കെ ലൗകിക സുഖങ്ങളിൽ നമ്മൾ മുഴുകിക്കഴിയുന്നതും ആധ്യാത്മികമായി രോഗമാണ്. അതായത് ഒരിക്കലും നമുക്ക് സ്വന്തമല്ലാത്ത മക്കളുടെ പേരിലാണ് ഒട്ടുന്നത്. അതായത് ഈ മക്കൾ ഈ ജന്മമേ ഉള്ളൂ, അടുത്ത ജന്മം വേറെ മക്കള്, അടുത്ത ജന്മം വേറെ മക്കള്, ഇങ്ങനെ എത്ര മക്കള് വന്നു നമുക്ക്, എത്ര ഭാര്യ വന്നു, എത്ര ഭർത്താക്കന്മാര് വന്നു, എത്ര അമ്മമാര് വന്നു, അച്ഛന്മാര് വന്നു. ഇതൊന്നും മനസ്സിലാക്കാതെ തൽക്കാലം ഒരായുസ് 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ് അത്രയും മാത്രം കണ്ടുമുട്ടുന്ന ആ ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുകയും അവർക്ക് വേണ്ടി മാടുപോലെ കിടന്ന് പണി ചെയ്യുകയും അവിടെ ഭഗവാനെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോവുകയും വല്ലപ്പോഴും അമ്പലത്തിൽ പോയൊന്ന് കാണുന്നതിൽ മാത്രം ഒതുക്കുകയും ചെയ്യുന്ന ആ അവസ്ഥയും രോഗമാണ്. അപ്പം ഭഗവാനോട് 2 കൈയും കൂപ്പി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഭഗവാൻ എന്ന സ്വർണപാത്രം ഉള്ളപ്പോൾ നമുക്ക് എന്തിനാണ് ലൗകിക ബന്ധങ്ങളെന്ന ഓട്ടുപാത്രം? അതുകൊണ്ട് ഭഗവാനോട് പറയുക, ഭഗവാനെ, എന്നെ ശാരീരികമായ രോഗങ്ങളിൽ നിന്നും മുക്തി തരണമേ, എനിക്ക് ലൗകിക സുഖങ്ങളാകുന്ന രോഗങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണേ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കെല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ച് ഒന്നിച്ച് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാനേ,
ഗുരുവായൂരപ്പ, രാധാവല്ലഭ, രാധാറാണിയുടെ പ്രാണനാഥ, ഞങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്ന രോഗം മാറ്റിത്തരണമേ. അതോടൊപ്പം തന്നെ ലൗകിക സുഖങ്ങളോടും ധനത്തോടും അതേ കണക്ക് പ്രശസ്തിയോടുമൊക്കെയുള്ള ഞങ്ങളുടെ ആർത്തി, ആ രോഗം, ആർത്തി എന്ന രോഗവും മാറ്റിത്തരണേ. ശരീരത്തിൻ്റെ രോഗവും മാറ്റണേ, മനസ്സിൻ്റെ രോഗവും മാറ്റണേ. പൊന്നു ഗുരുവായൂരപ്പ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാസേശ്വരി രാധികായേ സ്വാഹ.